സുവിശേഷ പ്രഘോഷകനായ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇസ്രായേലിന്റെ അടിയന്തര സേവന സംവിധാനത്തിനായി 2 ബുള്ളറ്റ് പ്രൂഫുള്ള ആംബുലൻസ് നൽകുന്നു. ഗ്രഹാം സിഇഒ ആയ ക്രിസ്ത്യൻ റിലീഫ് ഓർഗനൈസേഷനായ സമരിറ്റൻ സ്പേഴ്സ് മുഖേനയാണ് ആംബുലൻസുകൾ നൽകുന്നത്. ഇത്തരത്തിൽ ലഭിച്ച വാഗ്ദാനങ്ങൾ മുഴുവനും നോക്കുമ്പോൾ ആകെ 42 ആംബുലൻസുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ 28 എണ്ണം ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ നിരന്തരം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളായ ഗാസ, ലബനീസ് അതിർത്തികൾക്ക് സമീപം 2 അടിയന്തര എമർജൻസി സ്റ്റേഷനുകളും സ്ഥാപിക്കുന്നുണ്ട്. ഹമാസ് കൊലപ്പെടുത്തിയ 3 അമേരിക്കൻ ഇസ്രായേലികളുടെ സ്മരണയ്ക്കായാണ് ഇസ്രായേലിന്റെ അടിയന്തര സേവന സംവിധാനമായ മാഗൻ ഡേവിഡ് അഡോമിന് ഗ്രഹാം ആംബുലൻസ് നൽകുന്നത്. ഒക്ടോബർ 7-ന് നോവ ഫെസ്റ്റിവലിൽ വെച്ചാണ് ഹെർഷ് ഗോർബർഗ് ബോളിൻ ബന്ദിയാക്കപ്പെടുകയും 11 മാസങ്ങൾക്ക് ശേഷം ഗാസയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. റോയ് ഇഡാനും സ്മാദർ മോർ ഇദാനും അവരുടെ മക്കളുടെ കൺമുന്നിൽ വെച്ചാണ് ഭീകരർ കൊലപ്പെടുത്തിയത്. അവരുടെ 4 വയസ്സുള്ള മകൾ അവിഗെയിൽ ഇഡാൻ പിന്നീട് ഗാസയിലേക്ക് ബന്ദിയാക്കപ്പെടുകയായിരുന്നു. അന്ന് അവളുടെ മൂത്ത സഹോദരങ്ങൾ 12 മണിക്കൂർ വീട്ടിലെ ശുചിമുറിയിൽ ഒളിച്ചിരുന്നതുകൊണ്ടായിരുന്നു രക്ഷപ്പെട്ടത്. 20 ബുള്ളറ്റ് പ്രൂഫ് ആംബുലൻസ് കൂടി നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പറഞ്ഞ ഗ്രഹാം ഓരോ ദിവസവും ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന റെസ്ക്യൂ ടീം അംഗങ്ങൾ ഹീറോയാണെന്നും പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന നിരപരാധികളായ സാധാരണക്കാരുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സഭാ പങ്കാളികളെയും സമരിറ്റൻ സ്പേഴ്സ് എന്ന ക്രിസ്ത്യൻ സന്നദ്ധ സംഘടന പിന്തുണയ്ക്കുന്നുണ്ട്.